ക്യാമറ വെറുതെ ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ആക്കിയാൽ മാത്രം മതി. അങ്ങനെ കൊച്ചാക്കി പറയല്ലേ. ക്യാമറ കൈകാര്യം ചെയ്യാൻ അങ്ങനെ നിസ്സാര കാര്യമൊന്നുമില്ല. അങ്ങനെ ക്യാമറമാൻ അങ്ങനെ കൊച്ചാക്കി പറയുന്നത് അല്ല, നിനക്കൊരു എക്സ്പീരിയൻസും കൂടെ ആയിരിക്കും. ഞാനൊരു റീല് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു 100 രൂപ തരാം. പിന്നെ ഞാനിവിടെ മോഹൻലാലിനെ മമ്മൂട്ടിനെ പറ്റല്ലേ പടം എടുത്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് സഹായം വേണമെങ്കിൽ ആ സഹായമായിട്ട് കേൾക്കണം, അല്ലാണ്ട് എക്സ്പീരിയൻസ്. ഞാൻ സഹായം അല്ല ചോദിച്ചത്, 100 രൂപ തരാന്ന് പറഞ്ഞിട്ടാ. 100 രൂപ? 100 രൂപയ്ക്ക് എന്റെ പട്ടി വരും. എടാ, നീ ഒരു പണി ഇല്ലാണ്ട് ഇവിടെ ഇരിക്കുമ്പോ 100 രൂപ കിട്ടാൻ നിനക്ക് ഒരു ചായെങ്കിലും പോയി കുടിച്ചൂടെടാ? ഒന്ന് ഇരുന്ന് ആലോചിക്ക്. മണ്ടത്തരം പറയല്ലേ. ഡെയിലി ഷൂട്ട് ഉണ്ടാവും. ഡെയിലി ഷൂട്ട് 1-2 റീലൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. അതിനുവേണ്ടി കൂടിപ്പോയി ഒരു മണിക്കൂർ കൊണ്ടൊക്കെ സെറ്റ് ആക്കൂലേ? ചിലപ്പോ ഭയങ്കര റീച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ നീ ചിലപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്യേണ്ടി വരും. കാരണം എന്റെ ആരാധകർ കണ്ടന്റ് ചോദിച്ചോണ്ടേ ഇരുന്നാലേ. അപ്പൊ സെറ്റ് അല്ലേ? അല്ല, അത് സെറ്റാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്. ഒരു റീലിന് 100 രൂപ വെച്ച്. ഓക്കെ ആണോ? ഇപ്പൊ തൽക്കാലം ഒരു ദിവസം 100 രൂപ. ഭാവിയിൽ റീലൊക്കെ ഹിറ്റ് ആവുമ്പോ നിനക്ക് ഒരു റീലിന് ഞാൻ 500 രൂപ വെച്ച് തരുന്നതായിരിക്കും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നീ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി ക്യാമറ ഒപ്പിച്ച് എനിക്ക് വേറെ കുറെ പരിപാടികളുണ്ട്. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. നീ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യണം. ഓക്കെ? സെറ്റ്. അപ്പൊ കൊടുകൈ, നമ്മൾ പുതിയ സംരംഭകരാകാൻ പോകുന്നു. ഓക്കെ, ടാറ്റാ. എന്നാലും 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ ഓരോ ദിവസം 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ ഷവർ മേടിക്കാം. നിനക്ക് ഞാൻ ഷവർമയിലുള്ള ഷവപ്പട്ടി ഉണ്ടാക്കി തരാം. നീ ഇവിടെ ഉണ്ടായിരുന്ന? ഞാനിവിടെ ഉണ്ടായിരുന്നു. അല്ല, എന്താ കാര്യം? നീ എന്റെ കൂടെ നിന്ന് ബെസ്റ്റ് കളിക്കായിരുന്നല്ലടാ. നിന്റെ സീരിയലും എല്ലാം പ്രാക്ടീസ് ചെയ്യണ്ട? എന്താ എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാ നിങ്ങൾ തമ്മിൽ എന്താന്ന്? ഞങ്ങള് തമ്മിലോ? ഞാൻ ഇവിടെ നിൽക്കും. എടാ, ഞങ്ങള് തമ്മിലൊന്നുമില്ലടാ. എന്താണ് കാര്യം പറ. എടാ, അവള് പിന്നെ ഞങ്ങള് തമ്മിലൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിട്ട് പറയണ്ടായിരുന്നു അവള്. എന്ത് സംഭവം? പിന്നെ എടാ, എന്താ സംഭവം? നീ ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ. എന്തോ ഈടെ അവക്ക് ഒരു വീഡിയോ എടുത്ത് കൊടുക്കണം, അതാണ് സംഭവം. നീ എന്ത് ഇതിന് മാത്രം ഇങ്ങനെ ചൂടാണത്? അത്രേ ഉള്ളൂ. നീ മനസ്സിലാവുന്നുണ്ടോ? എന്ത് വീഡിയോ? വീഡിയോ കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ വീഡിയോ. റീല്? എന്റെ എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് ഞാനൊരു അതവർക്ക് അറിയാവുന്നോണ്ടാണല്ലോ അവളെ എന്നെ വിളിച്ചത്. എന്നാലും അവൾക്ക് എന്റെ ആവശ്യം വരും. നമുക്ക് അവിടെ പോയി ചോദിച്ചിട്ട് നമുക്ക് അവളെ ശരിയാവില്ലടാ. എന്നെ ഏൽപ്പിച്ച കാര്യപ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ നിന്നെ അങ്ങനെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ അതൊരു മോശമല്ലേ? അല്ല, നിന്നെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ നിനക്ക് ശമ്പളമൊന്നും ഇല്ലല്ലോ. പേയ്മെന്റ് ഉണ്ട്. പേയ്മെന്റ് ഇല്ലാത്ത കേസിനൊന്നും ഞാൻ നിൽക്കാറില്ല. അവള് നിനക്ക് പേയ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു? പേയ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയാം പേയ്മെന്റ് ഇല്ലാതെ ഒരു പരിപാടിക്ക് ഞാൻ ഇല്ലെന്നാണ്. പിന്നെ എന്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ കാണുമ്പോൾ അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള റീച്ച് കിട്ടും. അത് അവർക്കറിയാം. മനസ്സിലായോ? എത്ര പേയ്മെന്റ്? ദിവസം 100 രൂപ. ഈ 100 ഗുണമൊക്കെയാണോ നീ ഇത്രയും ബിൽഡപ്പ്? അല്ലാണ്ട് നമ്മൾ 200 രൂപ ഞാൻ അങ്ങോട്ട് തരാം. ബാ അങ്ങോട്ട്, അവളോട് സംസാരിക്കട്ടെ. അല്ല, നിനക്ക് എത്ര രൂപയെങ്കിലും ശമ്പളം? നിത്യ, എന്തൊക്കെയോ പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അല്ല, ഞാൻ ചെറുതായിട്ട് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എടാ, നിന്റെ തലയിൽ കളിമണ്ണാണോ? നീ അവനും കൂടെ നിൽക്കുമ്പോ നിന്നെ മാത്രം വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞ് നിന്റെ മനസ്സിൽ വെക്കാൻ വേണ്ടിട്ടല്ലേ? അല്ല, നിത്യ പോയി കഴിഞ്ഞപ്പോ അവനോട് ഇങ്ങനെ കുത്തി ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അവനോടൊക്കെ പറഞ്ഞു പോയതാ. അല്ലെങ്കിൽ ഇവിടെ ചിലർക്ക് ഈ കുത്തി അല്ലേ വേണ്ട പറയുന്നില്ലാണോ? അതെ, നീ തുടങ്ങാൻ പോകുന്ന പരിപാടി എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഹെൽപ്പ് എന്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാം. അയ്യോ, എനിക്ക് നിന്റെ ഹെൽപ്പ് ഒന്നും വേണ്ടെങ്കിലോ. കുളം തോണ്ടി തരാനല്ലേ? എനിക്കറിയാടാ നിന്നെ. അല്ല, അവന് അത്യാവശ്യം ഐഡിയസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അല്ല, എനിക്ക് അവന്റെ ഒരു സംസാരത്തിൽ നിന്നും മനസ്സിലായത് അവനെക്കാട്ടിലും ഐഡിയ ഉള്ള ആളാണ് ഞാൻ. റീല്, നീ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന റീല് വൈറലാക്കാൻ എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. അത് വേണമെങ്കിൽ പറഞ്ഞു തരാം. നമുക്കൊന്ന് കേൾക്കാം. അല്ല, സൗകര്യം എടുത്താൽ മതി. ഇല്ല വേണ്ട, പ്രൊജക്ട് ചെയ്തു. അല്ല, ഒന്ന് കേട്ടു നോക്കാം. വെറുതെ ഒന്ന് കേട്ടു നോക്കാം. ഞങ്ങൾ എടുക്കൊന്നുമില്ല. വെറുതെ കേട്ടാ മതി. എന്റെ ഐഡിയ എന്താന്ന് വെച്ചാലോ, ഗീവ് അവേ. അതായത് ഈ ഇതൊക്കെ അയച്ചു കൊടുക്കുമല്ലോ നമ്മള്, ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഗിഫ്റ്റ്, അതാണ് പറയണത്. അതെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നീ ഇപ്പം ഷൂട്ട് ചെയ്യാൻ പോകുന്ന റീല് 3 പേരെ മെൻഷൻ ചെയ്യുക, 3 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്ര പേര് ആ റീല് കണ്ടു? നിന്റെ പ്രൊഫൈലിൽ എത്ര പേര് കേറും? 9.
ഈ 3 പേര് അവർക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂലേ, അവരുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാൻ പറയൂലേ, അങ്ങനെ നമ്മൾ റൂള് വെക്കണം. ശരി, എനിക്കിപ്പോ ഗിഫ്റ്റ് അയച്ചു കൊടുക്കാൻ ഞാൻ ഇത് 0 ബഡ്ജറ്റിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ തന്നെ പൈസ ഇറക്കിയിട്ട് ഞാനില്ലേ അത് പൊട്ടിയിട്ട് വീട്ടിലിരിക്കാനായിട്ട്. കേറി വെടി വെക്കല്ലേ. നമ്മുടെ ലോ ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം നമ്മുടെ കയ്യിലുണ്ട്. എന്ത് ഐറ്റം? കിച്ചൺ സെറ്റ്. അതിന് കാശ് കൊടുക്കണ്ടേ, നീ എന്തിടേ പറയണത്? കഴിഞ്ഞ ദിവസം ക്ലാരി ആന്റിയുടെ കയ്യിൽ ഒരു ബോക്സ് കിട്ടിയില്ലേ സമ്മാനം. അതിനു വേണ്ടിട്ട് അങ്ങോട്ട് പോയി കൈ നീട്ടി നിന്നാ മതി, ഇങ്ങോട്ട് എടുത്ത് തരും ക്ലാര ആന്റി. നീ എന്ത് പൊട്ടത്തരക്കി സാധനം ആന്റി തരത്തില്ല. ക്ലാരി ആന്റിയോട് നീ സോപ്പിട്ട് സാധനം മേടിച്ചു കഴിഞ്ഞാൽ നിനക്ക് നാളെ 1 മില്യൺ ഫോളോവേഴ്സ്. ആന്റി ദേ നിത്യമോള് വരുന്നുണ്ടേ. നീ ഭയങ്കര മോട്ടിവേഷൻ ആണല്ലോടാ. എന്തുവാ നോക്കി ഇന്ന് കൊതി വിടുന്നു? ചപ്പാത്തി വേണോ? അവളി പിന്നെ കറിക്കൊരു നാറ്റം. നല്ല വക്കുള്ള പ്ലേറ്റ് അല്ലേ, എന്തൊരു ഡിസൈനാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാശ് കൊടുത്ത് മേടിച്ചത്. അതെ, ഞങ്ങളെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യം. അല്ല, അത് ബിസിനസ് അല്ലല്ലോ, മോട്ടിവേഷൻ. അത് തന്നെ മോട്ടിവേഷൻ. ആ സാധനം തുടങ്ങുന്ന കാര്യം പറഞ്ഞില്ലേ. അപ്പോഴേ ഞങ്ങൾക്ക് ഗിവ് അവേ കൊടുക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. എന്തോന്ന് ഗിവ് അവേ? അതായത് നമ്മളിങ്ങനെ ആൾക്കാർക്ക് ഗിഫ്റ്റ് ഒക്കെ അയച്ചു കൊടുക്കും. അപ്പൊ അത് കിട്ടുമ്പോഴത്തേനും നമുക്കൊരു ഇത് കിട്ടുമല്ലോ, മൈലേജ് കിട്ടുമല്ലോ. അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പൊ പൈസ ഒന്നും ഇല്ലാത്ത കാരണം ഇവിടെ എവിടെയോ ഞാൻ കുറേ നല്ല പ്ലേറ്റ് കണ്ടായിരുന്നു. ആ അറ്റത്തിങ്ങനെ ഗോൾഡൻ ഇതൊക്കെ ഉള്ളേ. ഉണ്ടല്ലോ. അത് ഞാൻ ഇങ്ങനെ എന്താ പറയാ, ഈ പഴയ സാധനങ്ങളെ ഇതാക്കണ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് അത് അയച്ചു കൊടുത്താലോ? എന്തുവാന്ന്? എന്തിനാ ഇത്ര ഞെട്ടുന്നേ? എന്റെ പ്ലേറ്റ് എടുത്ത് കൊടുക്കാനോ? പിന്നെ ഞാൻ ഞെട്ടണ്ടേ? ഞാനേ കാശ് മുടക്കി മേടിച്ച് വെച്ചിരിക്കുന്നതാ, അതെടുത്ത് കണ്ടവർക്ക് കൊടുക്കാനല്ല. അതെടുത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇവിടെ എന്തോ എടുത്തിട്ട് ഭക്ഷണം വിളമ്പും. ഓ, ഇതാരാണ് മൺചിത്രത്താഴെ ശോഭനയോ? സൈക്കോ ആവുന്ന എന്തിനാ? നീയാ സൈക്കോ. വരയ്ക്കാത്തിരിക്കുന്ന പാത്രവും സാധനം എടുത്ത് വല്ലവർക്കും കൊടുക്കാൻ നോക്കുന്നത് നിനക്കാ സൈക്കോ. എന്റെ ആന്റി അതൊക്കെ പുരാതന വസ്തുവല്ല, അതൊക്കെ ആർക്കെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും, ഇവിടുന്ന് വേസ്റ്റ് ഒഴിവാവും ചെയ്യും. ആര് പറഞ്ഞു പുരാവസ്തുവാന്ന്? ഈ അടുത്ത കാലത്ത് എന്റെ അമ്മോ, പുരാവസ്തു അല്ല, പുതിയ സാധനം തന്നെ. എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ കിരണിനെ തന്നെ അയച്ചു കൊടുത്തോളാം. അവരെ നാട്ടുകാരും ഒന്നും അന്വേഷിക്കാനൊന്നും പോണില്ലല്ലോ, അത് ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തും. തരാൻ പറ്റുമോ? കിരണ്ണും ജീവനും ഒക്കെ ആയിട്ടാ അവർക്ക് കൊടുത്ത അവര് എനിക്ക് തരുവോ? പിന്നില്ലേ, ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരിക. വേണമെങ്കിൽ ഞാൻ ആന്റിക്ക് അയച്ചുതരാം. ഇതേ ഞാൻ പാത്രം തരുന്നത് കൊള്ളാം, എന്റെ പ്ലേറ്റിൽ ഒരു പോറലോ പൊട്ടലോ പാടോ ഒന്നും വരുത്താതെ എനിക്ക് തിരിച്ചു തന്നോളണം. സമ്മതമാണെങ്കിൽ കൊണ്ടുപോയാൽ മതി. അല്ല, പ്ലേറ്റ് കുറച്ച് വെട്ടിത്തിളങ്ങിയ കുഴപ്പമുണ്ടോ തിരിച്ചിട്ടുമ്പോ? അങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് അതിന്റെ ഐഡിയ ഒക്കെ എനിക്കുണ്ട്. ഒരു റീലില് നമ്മൾ 3 പേരെ മെൻഷൻ ചെയ്യണോ 6 പേരെ മെൻഷൻ ചെയ്യണം? 6 പേരെ. വർക്കൗട്ട് ആയല്ലോ. അപ്പൊ നമ്മള് ആ പ്ലേറ്റ് ഗീവ് അവേയിൽ വെച്ചിട്ട് പരിപാടി പ്ലാൻ ചെയ്യുന്നു. സെറ്റ്. പക്ഷെ സാധനം ഇങ്ങോട്ട് തിരിച്ചു കിട്ടണോട്ടാ. ഉറപ്പല്ലേ, നമ്മൾ എന്തായാലും കൊടുക്കാൻ പോകുന്നില്ലല്ലോ. ഈ ഗീവ് അവേ എല്ലാവർക്കും പിന്നെ തോറൊക്കെ കൊടുക്കുന്നു. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതൊക്കെ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇല്ല, തട്ടിപ്പാണല്ലോ മൊത്തം. അപ്പൊ നമുക്ക് ഒരുമിച്ച് നിക്കാം അല്ലേ? ഇവന്റെ ഐഡിയ ഒക്കെ കൊള്ളാം അല്ലേ? ഇപ്പോഴെങ്കിലും ഐഡിയാസ് ഒക്കെ ഇവൻ പണ്ട് ബെസ്റ്റ് ആണ്.